സിഎ വിദ്യാർത്ഥിനി മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. ഐജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സാക്ഷിയുമായി കൊച്ചി ഗോശ്രീ പാലത്തിലാണ് തെളിവെടുത്തത്. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി കോണിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മിഷേലിന്റെ മൃതദേഹം കായൽ നിന്ന് ലഭിക്കുന്നതിന്റെ തലേദിവസം വൈകിട്ട് ഈ പെൺകുട്ടിയെ ഗോശ്രീ പാലത്തിൽ കണ്ടിരുന്നുവെന്ന് പുതുവൈപ്പ് സ്വദേശിയായ അമൽ വിൽഫ്രഡ് പോലീസിന് മൊഴി നൽകിയിരുന്നു. പെട്ടെന്ന് കാണാതായ പെൺകുട്ടിയെ തിരഞ്ഞു നോക്കിയെങ്കിലും പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമായിരുന്നു മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാക്ഷിയുമായി ക്രൈംബ്രാഞ്ച് ഗോശ്രീ പാലത്തിലെത്തി തെളിവെടുത്തത്. പെൺകുട്ടിയെ കണ്ട സ്ഥലവും മറ്റും അമൽ അന്വേഷണ സംഘത്തിന് കാണിച്ചുകൊടുത്തു. സംഭവം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും എല്ലാ സാധ്യതയും വിശദമായി പരിശോധിച്ചു വരികയാണെന്നും ഐജി ശ്രീജിത്ത് പറഞ്ഞു. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതി ക്രോണിൻ അലക്സാണ്ടർ ബേബിയെ ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ശല്യം കാരണമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. യുവാവിന്റെ മൊഴികളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയായിരുന്നു പിറവം സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. മരണം ആത്മഹത്യ തന്നെയെന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് മിഷേൽ ഗോശ്രീ പാലത്തിന്റെ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഫ്ളാറ്റ് സമുച്ചയത്തിലെ CCTVയിൽ നിന്ന് ലഭിച്ചത്. ഇതിനിടെ മരിച്ചുവെന്ന് അറിഞ്ഞിട്ടും ക്രോണിൻ മിഷേലിന് SMS അയച്ചതായും കണ്ടെത്തി. മിഷേലുമായി പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാൻ ക്രോണിൻ ബോധപൂർവമാണ് ഇപ്രകാരം ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. ക്രോണിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പ്രതി മായ്ച്ചു കളഞ്ഞ സന്ദേശങ്ങൾ വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം. പിറവത്തെ വീട്ടിലെത്തി മിഷേലിന്റെ മാതാവ് സൈലമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുണ്ടറയിൽ ലൈംഗിക പീഡനത്തിനിരയായി പെൺകുട്ടി മരിച്ച സംഭവത്തിൽ അമ്മയുൾപ്പെടെ 9 പേർ കസ്റ്റഡിയിൽ. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയത് കുണ്ടറ സിഐക്ക് പിന്നാലെ SIയെയും സസ്പെൻഡ് ചെയ്തു. പെൺകുട്ടിയുടെ പേരിലുള്ള ആത്മഹത്യക്കുറിപ്പ് വ്യാജമാണെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം തന്നെ പെൺകുട്ടിയുടെ അമ്മയെയും ചില അടുത്ത ബന്ധുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അമ്മയ്ക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി അറിയാമെന്ന് പോലീസ് കരുതുന്നു. പക്ഷേ ഇവർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പെൺകുട്ടിയുടെ സഹോദരിയെ കൌൺസിലിംഗിന് വിധേയമാക്കി. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വത്സലയുടെ മൊഴിയെടുക്കുവാനും തീരുമാനമായി. കൊല്ലം റൂറൽ SP സുരേന്ദ്രൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായി പരിശോധന നടത്തി. അയൽവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ടീമുകൾ മുഴുവൻ ഇപ്പോൾ ഫീൽഡിലുണ്ട്. 10 ടീം തന്നെ 10 ടീമിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്നും തന്നെ പറയാറായിട്ടില്ല. അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. 2 DYSPമാരുടെ നേതൃത്വത്തിൽ 10 ടീമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ കുണ്ടറ സിഐക്ക് പിന്നാലെ SI രജേഷിനെയും തിരുവനന്തപുരം റേഞ്ച് IG സസ്പെൻഡ് ചെയ്തു. അതേസമയം പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണെന്നാണ് പരാതി. ഇക്കാര്യത്തിൽ ബന്ധുക്കളുടെ മൊഴി പരസ്പര വിരുദ്ധമാണ്. കുട്ടിയുടെ പഴയ നോട്ട് ബുക്കുകളും പരിശോധിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ 9 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം കുണ്ടറയിൽ 10 വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കൊല്ലം റൂറൽ SP, കൊല്ലം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവർക്കാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. തിരുവനന്തപുരം വർക്കലയിൽ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിലും ബാലാവകാശ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. രാവിലെ 10:30 ഏതാനും അഭിഭാഷകർക്കൊപ്പമാണ് സുനിയുടെ അഭിഭാഷകൻ പ്രജീഷ് ചാക്കോ DYSP ഓഫീസിൽ എത്തിയത്. ചോദ്യം ചെയ്യൽ 2 മണിക്കൂറോളം നീണ്ടുനിന്നു. ഈ അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നും പൾസർ സുനിയുടെ വസ്ത്രങ്ങളടങ്ങിയ ബാഗ് നേരത്തെ കണ്ടെത്തിയിരുന്നു. മറ്റു ചില തെളിവുകൾ കൂടി അഭിഭാഷകന് കൈമാറിയിരുന്നുവെന്ന സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കൊച്ചിയിൽ CA വിദ്യാർത്ഥിനിയുടെ മരണം ആത്മഹത്യയാണെന്ന നിഗമനം സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മരണ ദിവസം ഗോശ്രീ പാലത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. മിഷേലിന്റെ മരണവാർത്ത അറിഞ്ഞ ശേഷവും ക്രോണിൻ മിഷേലിന്റെ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയച്ചതായി കണ്ടെത്തി. മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് വരുത്താനുള്ള ശ്രമമായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മിഷേൽ മരിച്ചെന്ന വാർത്ത അറിഞ്ഞ ശേഷവും ക്രോണിൻ 12 മെസ്സേജുകൾ മിഷേലിന്റെ ഫോണിലേക്ക് അയച്ചു എന്നാണ് പരിശോധനയിൽ വ്യക്തമായത്.
താനുമായി മിഷേലിന് പ്രശ്നങ്ങളില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. തലേ ദിവസവും അന്നുമായി അയച്ച 89 മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തി. ഈ മാസം 6, 7, 8 തീയതികളിൽ അയച്ച 12 മെസ്സേജുകൾ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച മിഷേലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സന്ദേശങ്ങൾ. ഇതിനിടെ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് ക്രോണിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മിഷേലിന്റെ മരണം ആത്മഹത്യ തന്നെ എന്ന നിഗമനത്തെ ശരിവെക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടെ പോലീസിന് ലഭിച്ചു. സംഭവ ദിവസം മിഷേൽ ഗോശ്രീ പാലത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്നതാണ് ഫ്ളാറ്റിൽ നിന്നുള്ള നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിലുള്ളത്. ബാഗും തൂക്കി മിഷേൽ ഗോശ്രീ പാലത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മിഷേൽ പാലത്തിൽ നിൽക്കുന്നത് കണ്ടതായി അമൽ എന്ന യുവാവ് മുൻപ് മൊഴി നൽകിയിരുന്നു. ഈ സമയം വെള്ള ആക്ടിവ സ്കൂട്ടറിൽ മധ്യവയസ്കനായ ഒരാൾ പാലത്തിലൂടെ കടന്നുപോയെന്നും അമലിന്റെ മൊഴിയിലുണ്ട്. മിഷേൽ പാലത്തിൽ നിന്ന് ചാടിയതാണെങ്കിൽ ഇയാൾ അത് കണ്ടിട്ടുണ്ടാവണം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പത്തനംതിട്ട റാന്നിയിലെ ബാലസദനത്തിലെ അന്തേവാസികളായിരുന്ന അമ്പിളി എന്ന 18 വയസ്സുകാരെ ദുരൂഹ സാഹചര്യത്തിൽ 2 വർഷം മുമ്പ് മരിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു. SFI ജില്ലാ നേതൃത്വം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുനരന്വേഷണത്തിന് ഉത്തരവായത്. 2015 ഫെബ്രുവരി 5 പത്തനംതിട്ട റാന്നി പുല്ലൂപ്രം ബാലികാ സദനത്തിലെ അന്തേവാസിയായിരുന്ന അമ്പിളി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. രാവിലെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അമ്പിളി വൈകിട്ടോടെ മരണപ്പെടുകയായിരുന്നു. മരണത്തെക്കുറിച്ച് അന്ന് പോലീസ് കേസെടുത്തിരുന്നെങ്കിലും അന്വേഷണം നടത്താതെ അവസാനിപ്പിച്ചു. അതിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ നേതൃത്വം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുനരന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി R. അശോകൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഈ കുട്ടിയുടെ ശരീരത്ത് ഏതാണ്ട് 14ലധികം മുറിവുകളും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ രഹസ്യ ഭാഗങ്ങളിലടക്കം മുറിവുകൾ ഉള്ളതായിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഘട്ടം മുതൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ശേഖരിക്കുകയും ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സംസ്ഥാന ഗവൺമെന്റും പോലീസും ഇത് ജാഗ്രതയോടെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SP പരാതി കൊടുക്കുകയും SP അതുമായി പരാതി കൊടുത്ത ഘട്ടം മുതൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്പിളിയുടെ മരണത്തെക്കുറിച്ച് പരാതിയൊന്നുമില്ലെന്ന് ബന്ധുക്കളിൽ നിന്നും അന്ന് പോലീസ് എഴുതി വാങ്ങിയിരുന്നു. എന്നാൽ പോലീസ് സർജൻ K. ശശികലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമ്പിളിയുടെ ശരീരത്തിൽ 14 മുറിവുകൾ ഉണ്ടായിരുന്നതായും ഗർഭപാത്രത്തിനടക്കം ക്ഷതമേറ്റിരുന്നതായും വ്യക്തമാക്കിയിരുന്നു. പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടും പോലീസ് അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നു. ഇലന്തൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി കൂടെയായിരുന്ന അമ്പിളിയുടെ ദുരൂഹ മരണത്തിൽ ബാലികാ സദനത്തിലെ ചിലർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലികാ സദനത്തിലേക്ക് മാർച്ചും നടത്തി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റില്ലെന്ന് വ്യക്തമാക്കി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജേക്കബ് തോമസിനെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ആ കട്ടിൽ കണ്ടാരും പനിക്കേണ്ട. ജേക്കബ് തോമസിന് ചുവപ്പ് കാർഡ് കാണിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ അഴിമതികളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നു. ജേക്കബ് തോമസിന് മുഖ്യമന്ത്രി ചുവപ്പ് കാർഡ് കാണിക്കണം. ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ വ്യക്തമായ മറുപടി. ജേക്കബ് തോമസ് ആ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നാണ്. ഇസ്രയേലുമായി ബന്ധമുള്ള സ്വകാര്യ കമ്പനിയുടെ പേരിൽ ജേക്കബ് തോമസ് തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിക്കൂട്ടിയെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. രാജപാളയം താലൂക്കിലെ സേത്തൂർ വില്ലേജിൽ 36 സർവേ നമ്പറുകളിലായി അദ്ദേഹം വാങ്ങിക്കൂട്ടിയ 50 ഏക്കർ ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ 2017 അദ്ദേഹം സമർപ്പിച്ച അസറ്റ് ഡിക്ലറേഷനിൽ അദ്ദേഹം കാണിച്ചിട്ടില്ല സാർ. ഭരണസ്തംഭനത്തിന് മുഖ്യ ഉത്തരവാദി ജേക്കബ് തോമസ് ആണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. മാധ്യമ സൃഷ്ടികൾക്ക് പുറകെ പോകാനില്ലെന്നും വസ്തുതകൾ പരിശോധിച്ചു പറയാമെന്നും സർക്കാർ നിലപാടെടുത്തതോടെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തി. MR സജേഷ്, തിരുവനന്തപുരം. കൊല്ലം കുണ്ടറയിൽ 6ാം ക്ലാസുകാരിയുടെ മരണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടി തൂങ്ങി മരിച്ചെങ്കിലും ലൈംഗിക പീഡനത്തിന് ഇരയായി. ഇത്തരം വൈകൃതങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമൂഹം ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം വാളയാറിന് സമാനമാണ് സംഭവമെന്നും പോലീസിന്റേത് കടുത്ത അനാസ്ഥയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി.
ജനുവരി 15-നാണ് കൊല്ലം കുണ്ടറയിൽ 6ാം ക്ലാസ്സുകാരി തൂങ്ങി മരിച്ചത്. സംഭവം വാളയാറിന് സമാനമാണെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയുണ്ടായെന്നും വിഷയം സബ്മിഷനായി ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. കൊല്ലം റൂറൽ എസ്.പിയുടെ മേൽനോട്ടത്തിൽ കൊട്ടാരക്കര ഡിവൈഎസ്പി കേസന്വേഷിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുണ്ടറ കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ കാര്യത്തിന് കുണ്ടറ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ആർ ഷാബു, കുണ്ടറ SI ഡി രാജേഷ് കുമാർ എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ നിന്നും മരണകാരണം തൂങ്ങി മരണമാണെന്നും കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ളതായും വെളിവായിട്ടുണ്ട്. മരിച്ച കുട്ടിയുടെ മാതാവും മറ്റു ബന്ധുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥനോട് സഹകരിച്ചിരുന്നില്ല. ഇത്തരം വൈകൃതങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമൂഹം ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയുടെ അറസ്റ്റ് വൈകിയതായി PT തോമസ് കുറ്റപ്പെടുത്തി. എന്നാൽ പൾസർ സുനിയുടെ അറസ്റ്റ് വൈകിയത് PT തോമസിന്റെ ഇടപെടൽ മൂലമാണെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പക്ഷേ ഇതൊന്നും അറസ്റ്റിനെ ബാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബഹുമാനായ അംഗം പൾസർ സുനിയുടെ കാര്യം സൂചിപ്പിച്ചു. പൾസർ സുനി അന്ന് ആ ഘട്ടത്തിൽ അറസ്റ്റിലാകുന്നതിന് താമസം വന്നത് അങ്ങയുടെ ഫോൺ സംഭാഷണത്തിലൂടെയാണ് എന്നത് നമ്മൾ മറക്കാനിടവരുത്. മൂന്നാറിൽ നിയമസഭാ സമിതിയുടെ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരുമെന്നും ഇത് വൻതോതിൽ തൊഴിൽ നഷ്ടത്തിനിടയാക്കുമെന്നും S. രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ നിയമപ്രകാരമുള്ള നിർമ്മാണങ്ങൾക്ക് തടസ്സമില്ലെന്ന് മുഖ്യമന്ത്രി സബ്മിഷന് മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നതിനോട് കോൺഗ്രസിന് അമർഷം. വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത് വിനയാകുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ. 18-ന് ചേർന്ന ജില്ലാ UDF യോഗത്തിൽ കോൺഗ്രസ് അതൃപ്തി അറിയിക്കും. PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാനൊരുങ്ങുന്നുവെന്നറിഞ്ഞതോടെ ഉമ്മൻചാണ്ടി പാണക്കാടെത്തി തീരുമാനം മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ മാറ്റി നിർത്തുന്നത് UDFന് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞെങ്കിലും തങ്ങളുടെ മറുപടി ഇങ്ങനെ: പിന്നെ കുഞ്ഞാലിക്കുട്ടി ദേശീയ രാഷ്ട്രീയത്തിൽ പോയാലും കേരളത്തിലെ UDF നേതൃത്വത്തിൽ തുടരും. നമ്മൾ പോയെങ്കിലും ഇവിടെ നോക്കുന്നതാണ് നമ്മളെ കാര്യങ്ങളൊക്കെ. എന്നാൽ വേങ്ങരയിൽ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുന്നത് അനാവശ്യമെന്ന നിലപാടിലാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. മണ്ഡലത്തിൽ AR നഗർ, കണ്ണമംഗലം പഞ്ചായത്തുകളിലെ തർക്കം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. 18-ന് ചേരുന്ന ജില്ലാ UDF യോഗത്തിൽ അതൃപ്തി അറിയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. മലപ്പുറം മണ്ഡലത്തിൽ കോൺഗ്രസിന് വലിയ കാര്യമില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവ് പോലെ തലവേദനയുണ്ടാക്കുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിയായ പാറ്റൂർ കേസിൽ അന്വേഷണം തുടരാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിച്ചു. അഴിമതിയാണോ ഭരണതലത്തിലുള്ള വീഴ്ചയാണോ എന്ന് പരിശോധിക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിജിലൻസ് അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേസിലെ പ്രതിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ EK ഭരത്ഭൂഷൺ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ആരോപണങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ കോടതി വിജിലൻസിനോട് നിർദ്ദേശിച്ചു. പാറ്റൂർ സംഭവത്തിന് പിന്നിൽ അഴിമതിയാണോ ഭരണതലത്തിലുള്ള വീഴ്ച മാത്രമാണോ എന്ന് പരിശോധിക്കണം. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലാണ് പൈപ്പുകൾ മാറ്റിയതെന്ന് വിജിലൻസ് കോടതിയെ അറിയിച്ചു. ജല അതോറിറ്റിയുടെ അനുമതി ഇതിനില്ലായിരുന്നു. ഇത്തരമൊരു നിർദ്ദേശം നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് അധികാരമില്ലെന്നുമായിരുന്നു വിജിലൻസിന്റെ വാദം. ഇതിനെ തുടർന്നാണ് സംഭവത്തിന് പിന്നിൽ അഴിമതിയാണോ ഭരണതലത്തിലുള്ള വീഴ്ചയാണോ എന്ന് പരിശോധിക്കാൻ വിജിലൻസിനോട് കോടതി നിർദ്ദേശിച്ചത്. ഈ മാസം 27-ന് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.